2025 ഫെബ്രുവരി ആൻഡ്രസ് കാർപ്പതി ഓപ്പൺ ഐന്റെ കോ ഫൗണ്ടർ ടെസ്ലന്റെ ഹെഡർ അദ്ദേഹം ഒരൊറ്റ ട്വീറ്റ് ഇട്ടു. അതിലൊരു പുതിയ ടെക് ടൈം കോയിൻ ചെയ്തു. നമുക്കൊക്കെ അറിയാവുന്ന വൈബ് കോഡിംഗ്. ആ ഒരു ട്വീറ്റ് വൈറലായി. ലോകത്തുള്ള എല്ലാ ഡെവലപ്പേഴ്സും വേൾഡ് വൈഡ് ഈ പറഞ്ഞ കോഡിംഗ് സ്റ്റൈല് പതുക്കെ പതുക്കെ അഡോപ്റ്റ് ചെയ്തു തുടങ്ങി. ChatGPT, ക്ലോഡ്, ഈ പറഞ്ഞ ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒത്തിരി ഡീപ് തിങ്ക് ഒന്നും ചെയ്യാതെ അവർ വൈബ് കോഡിംഗ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ഈ ഒരു വൈബ് കോഡിംഗ് എന്ന് പറയുന്നത് ഒരു മൂവ്മെന്റ് ആയി മാറുന്നത് നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇപ്പം എക്സാക്ട്ലി ഒരു 1 ഇയർ കഴിഞ്ഞ് 2026 ഫെബ്രുവരി ആയപ്പോഴത്തേക്കും കാർപ്പത് തന്നെ ഇതിനെ തിരുത്തി പറയേണ്ട ഒരു അവസ്ഥ വന്നു. അതായത് അദ്ദേഹത്തിന്റെ വാക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്: വൈബ് കോഡിംഗ് ഈസ് ഓവർ, ഇനി അത് പറ്റില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അപ്പം ഒരു 1 ഇയർ കൊണ്ട് എന്താണ് ആക്ച്വലി സംഭവിച്ചത്? ഇത്രയൊക്കെ സെലിബ്രേറ്റ് ചെയ്ത ഈ പറഞ്ഞ വർക്ക് ഫ്ലോ ഒരു വർഷം കൊണ്ട് എങ്ങനെയാണ് ഔട്ട്ഡേറ്റഡ് ആയി പോയത്? നമ്മളെ ഡെവലപ്പേഴ്സ് എത്രത്തോളം ഈ പറഞ്ഞ എഐനെ ഡിപ്പെൻഡ് ചെയ്ത് കോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ. അപ്പം എങ്ങനെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം? ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എൻ്റെ പേര് അനു എന്നാണ്. ഈ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ടെക് വീഡിയോസ് ആണ് ഞാൻ ഈ ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻ ഡെഫിനറ്റ്ലി ഒന്ന് കമന്റിലൂടെ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഈ ഒരു വൈബ് കോഡിംഗ് എന്താന്ന് ക്ലിയർ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് കാർപ്പതിന്റെ തന്നെ ഒറിജിനൽ ട്വീറ്റിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് കോഡിങ്ങിനെ കുറിച്ച് ഒത്തിരി ഡീപ് തിങ്ക് ഒന്നും ചെയ്യാതെ എഐനോട് നിങ്ങളുടെ റിക്വയർമെന്റ് പറയും, കിട്ടുന്ന റിസൾട്ട് റൺ ചെയ്ത് നോക്കും. വർക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യും. ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ എഗെയിൻ ഈ പറഞ്ഞ ടൂൾ യൂസ് ചെയ്തിട്ട് തന്നെ അതിനെ കറക്റ്റ് ചെയ്തെടുക്കും. ഈ ഒരു വർക്ക് ഫ്ലോ ആണ് അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ട്രഡീഷണലി നമ്മൾ ചെയ്തു വന്ന മെത്തേഡും ഈ ഒരു വൈബ് കോഡിങ്ങും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എക്സാമ്പിൾ, നമ്മളൊരു ടു ഡു ലിസ്റ്റ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുമെന്ന് വിചാരിച്ചോ. ട്രഡീഷണലി നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മളൊരു സൊല്യൂഷൻ ഡിസൈൻ ബിൽഡ് ചെയ്യൂലേ, അവിടെ നമ്മൾ നമ്മുടെ കോഡിന്റെ സ്ട്രക്ചർ പ്ലാൻ ചെയ്യും, ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്യും, ഫൈനലി നമ്മൾ മാനുവലി കോഡ് എഴുതും, അതിനുശേഷം ടെസ്റ്റ് കേസസ് ഒക്കെ എഴുതി ടെസ്റ്റ് ചെയ്യും നമ്മുടെ QA ടീം. അത് കഴിഞ്ഞ് ഡിബഗിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇത് പ്രൊഡക്ഷൻ സൈറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി വൈബ് കോഡിങ്ങിൽ എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ഇപ്പോൾ ChatGPT തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അവിടെ പോയിട്ട് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കും. ഇപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ബിൽഡ് മീ എ ടു ഡു ലിസ്റ്റ് ആപ്ലിക്കേഷൻ അങ്ങനെ പറഞ്ഞിട്ടൊരു പ്രോംപ്റ്റ് കൊടുക്കും. ചിലർ കുറച്ചും കൂടെ ഡീപ്പായിട്ട് അവരുടെ റിക്വയർമെന്റ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടൊരു പ്രോംപ്റ്റ് കൊടുക്കും. കിട്ടുന്ന റിസൾട്ട് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യും. എഗെയിൻ നമ്മൾ ടെസ്റ്റ് ചെയ്ത് ബഗ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുവാണെന്നുണ്ടെങ്കിൽ ഫിക്സ് മീ ദിസ് എറർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു ബഗും കൂടെ അതിന്റെ കൂടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്ത് ഈ പറഞ്ഞ ടൂൾ തന്നെയായിരിക്കും ഇത് ഫിക്സ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ തന്നെ എക്സാക്ട് വേർഡ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെയാ പറഞ്ഞത്: ഐ ജസ്റ്റ് സീ സ്റ്റഫ്, സേ സ്റ്റഫ്, റൺ സ്റ്റഫ് ആൻഡ് കോപ്പി പേസ്റ്റ് സ്റ്റഫ് ആൻഡ് ഇറ്റ് മോസ്റ്റ്ലി വർക്ക്. അതായത് മോസ്റ്റ്ലി വർക്കാണ് അവിടെ അണ്ടർലൈൻ ചെയ്തെടുക്കേണ്ടത്. അപ്പം 2025 ഞാൻ ഈ പറഞ്ഞ ഈ വൈബ് കോഡിംഗ് ഒരു മാസീവ് മൂവ്മെന്റ് ഒക്കെ ആയി മാറി. നമുക്ക് അറിയാവുന്ന ഓൾമോസ്റ്റ് പ്ലാറ്റ്ഫോംസ്, ഇപ്പം ChatGPT ആണെങ്കിലും ലവബിൾ ആണെങ്കിലും വോൾട്ട് ആണെങ്കിലും ഈ പറഞ്ഞ റെപ്ലിറ്റേഴ്സിന്റെ ആണെങ്കിലും ഒക്കെ അവർ ഈ വൈബ് കോഡിംഗ് ചെയ്യാൻ പറ്റുന്ന പോലെ അവരുടെ ആ ഒരു ഒപ്റ്റിമൈസ്ഡ് ആയി ഒരു ടൈം അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ അങ്ങനെ നോൺ ഡെവലപ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഈ ഒരു ഡെവലപ്പിംഗിലേക്കും ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒക്കെ വന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ബിൽഡ് ചെയ്ത് വന്ന ഒരു ഫിലോസഫിയാണ് ഫോർഗെറ്റ് ദ കോഡ് എന്ന് പറയുന്നത്. അതാണ് ആക്ച്വലി ഒരു വൈബ് കോഡിംഗ്. ഫോർഗെറ്റ് ദ കോഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫിലോസഫിന്റെ മേലെയാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി 2025 ത്രൂ ഔട്ട് വൈറലായി എല്ലാവരും അഡോപ്റ്റ് ചെയ്തു. പക്ഷെ ഈ പതുക്കെ പതുക്കെ ഈ ഒരു പാറ്റേൺ എമേർജ് ചെയ്യാൻ തുടങ്ങി. അത് എങ്ങനെയാന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ സൈഡിൽ ഡിസാസ്റ്റേഴ്സ് വന്നു തുടങ്ങി. ഇപ്പൊ ഒരു റിയൽ എക്സാമ്പിൾ പറയാം. കാർപ്പതിന്റെ തന്നെ ആ ഒരു ഒറിജിനൽ ആർട്ടിക്കിളിൽ അദ്ദേഹം മെൻഷൻ ചെയ്ത ഒരു എക്സാമ്പിൾ ആണ്. ഒരു ഡെവലപ്പർ ഈ പറഞ്ഞ വൈബ് കോഡിംഗ് യൂസ് ചെയ്തിട്ട് ഒരു പേയ്മെന്റ് ഇന്റഗ്രേഷൻ സിസ്റ്റം ബിൽഡ് ചെയ്തു. അതായത് സ്ട്രൈപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തതും. സ്ട്രൈപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ ഇമെയിൽ ഐഡീസും അതുപോലെ തന്നെ അവരുടെ ഗൂഗിൾ അക്കൗണ്ടിലെ ഇമെയിൽ ഐഡിയും കൂടെ മാച്ച് ചെയ്ത ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തു.
എല്ലാ എ യൂസ് ചെയ്തിട്ട് കോൺഫിഡൻ്റ്ലി ഈ പറഞ്ഞ കോഡ് ജനറേറ്റ് ചെയ്തു. അവർ ഡെമോ ചെക്ക് ചെയ്തു, എല്ലാം ഓക്കെ ആയിട്ട് വർക്ക് ആകുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഇവരിത് പ്രൊഡക്ഷൻ സൈഡിലേക്ക് കൊണ്ടുപോയി. ഇഷ്യൂസ് ഒന്നുമില്ല. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇവർ ചെക്ക് ചെയ്തപ്പം കസ്റ്റമേഴ്സിന്റെ ഡാറ്റ കംപ്ലീറ്റ്ലി തകിടം മറിഞ്ഞു. അതായത് റോങ് ആയിട്ടുള്ള അക്കൗണ്ട്സിലേക്ക് പേയ്മെന്റ്സ് പോകാൻ തുടങ്ങി. അത് ഒരു പേയ്മെന്റ് സിസ്റ്റം, അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിസ്റ്റം ആണല്ലോ. എറർ മെസ്സേജസ് പ്രോപ്പർ ആയിട്ട് കാണിക്കാതെ ആയി. അങ്ങനെ ആ ഒരു സിസ്റ്റം കംപ്ലീറ്റ്ലി ക്രാഷ് ആയി. ഇതിപ്പോ നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സിംഗിൾ ഐസോലേറ്റഡ് ഇൻസിഡന്റ് ഒന്നുമല്ല. എന്താ പറയാ, ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. ഇപ്പം സെക്യൂരിറ്റി വൾനറബിലിറ്റീസ് വന്നത്, കോംപ്രമൈസ് ചെയ്ത ഇഷ്യൂസ് കാണാം. റിയൽ ഡാറ്റാബേസ് ഡിലീറ്റ് ആയി പോയൊരു ഇഷ്യൂ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബ്രിട്ടിൽ കോഡാണ് ഇത് ജനറേറ്റ് ചെയ്തുകൊണ്ട് വരുന്നത് എന്നുള്ളത് ഇപ്പം എസ്പെഷ്യലി സീനിയേഴ്സിന്റെ സൈഡിൽ നിന്നാണ് ഈ ഒരു സീരിയസ് ആയിട്ടുള്ള ക്രിറ്റിസിസംസ് വന്നു തുടങ്ങിയത്. എസ്പെഷ്യലി നമ്മുടെ അങ്കിൾ ബോബ് ഉണ്ടല്ലോ, അതായത് റോബർട്ട് മാർട്ടിൻ ക്ലീൻ കോഡ് ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്ത അദ്ദേഹം ഒരു ഓപ്പൺ കോൾ ചെയ്തത് ഇങ്ങനെയാണ്: ഈ ഒരു വൈറ്റ് കോഡിങ് യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യുന്നത് ബ്രിട്ടിൽ കോഡാണ്, ഇൻസെക്യൂർ കോഡാണ്. ഈവൻ ഇത് ഉണ്ടാക്കുന്ന ഡെവലപ്പേഴ്സിന് പോലും അറിയില്ല. അതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഡെവലപ്പേഴ്സിന് പോലും അറിയില്ല എങ്ങനെയാണ് ഈ കോഡ് വർക്ക് ചെയ്യുന്നത്, ഈ കോഡിന്റെ ലോജിക് എന്താണെന്നുള്ളത്. അങ്ങനെ ഇൻഡസ്ട്രിയിൽ ഇത് ഡിസ്കഷൻ വന്നു. എപ്പോഴത്തെയും പോലെ 2 ക്യാമ്പ് ഫോം ചെയ്തു. ഒരു ബിലീവർ ക്യാമ്പും വന്നു, ഒരു ക്രിട്ടിക്സിന്റെ ക്യാമ്പും വന്നു. ബിലീവേഴ്സ് ക്യാമ്പ് പറയുന്നത് ഇതൊരു നല്ല മൂവ്മെന്റ് ആണ്, ഈവൻ ഈ പറഞ്ഞ ഡെവലപ്പേഴ്സ് അല്ലാത്തവർക്ക് ആർക്ക് വേണമെങ്കിലും ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന, അത്രയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആണെന്ന് പറഞ്ഞു. ഇനി ക്രിട്ടിക്സിന്റെ സൈഡിൽ നിന്ന് വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മൾ ഷിപ്പ് ചെയ്യുന്നത് ജങ്ക് കോഡാണ്. അതായത് എഞ്ചിനീയേഴ്സിന് പതുക്കെ പതുക്കെ അവരുടെ ഡിസിപ്ലിൻ ഡിസപ്പിയർ ആവാൻ തുടങ്ങി. ക്രിട്ടിക്സ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഈ ഒരു ഡിസിപ്ലിന്റെ കേസായിരുന്നു. ഈ പറഞ്ഞ കാർപ്പതിയിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ കാർപ്പതി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു ബ്രേക്കിലായിരുന്നു അദ്ദേഹത്തിന്റെ പുതിയൊരു AI മോഡൽസിന്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ അദ്ദേഹം തന്നെ ഫൈനലി ഒരു റിയലൈസേഷനിലേക്ക് എത്തി. അതായത് അദ്ദേഹത്തിന്റെ വേർഡ്സ് എങ്ങനെയായിരുന്നു: ഞാൻ ഈ പറഞ്ഞ AI കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകൾ എടുത്ത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ അവസാനമായിട്ട് ഈ ഔട്ട്പുട്ടിനെ എപ്പോഴാണ് എൻ്റെ രീതിയിൽ കറക്റ്റ് ചെയ്തതെന്ന് പോലും എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അതായത് ഈ ഒരു നേരത്തെ അങ്കിൾ ബോബ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഞാൻ ട്രസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന കോഡ് ബ്രിട്ടിൽ കോഡാണ്. കാരണം ലാർജ് സ്കെയിലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് പ്രൊഡക്ഷനിൽ ഇത് ഈ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ആയി പോകുന്നുണ്ടെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചു. അങ്ങനെയാണ് 2026 ഫെബ്രുവരി 10 അദ്ദേഹം ഈ ഒരു ടേം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതെന്താണെന്ന് പറയാം. അതിനു മുന്നേ ഒരു ക്വിക്കായിട്ട് എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾ ഇപ്പോഴും ഈ ഒരു വൈബ് കോഡിങ് ഫോളോ ചെയ്യുന്നവരാണോ, അത് ഇതുവരെ വൈബ് കോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈം ആ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യാത്തവരാണോ, അതോ ഇങ്ങനെ മിക്സപ്പ് ചെയ്തിട്ട്, അതായത് ഇപ്പം മന്ത്ലി വൺസോ വീക്ക്ലി വൺസ് ഒക്കെ സിമ്പിൾ ടാസ്ക് ഒക്കെ വരുമ്പോൾ വൈബ് കോഡിംഗ് ഫോളോ ചെയ്യും, അല്ലാത്ത സമയത്ത് നമ്മുടേതായ ഒരു ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നവരാണോ? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു വർക്കിംഗ് പാറ്റേൺ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ 2026 ഫെബ്രുവരി 10 കാർപ്പതി അദ്ദേഹത്തിന്റെ എക്സ് പോസ്റ്റിൽ ഇങ്ങനെയായിരുന്നു അദ്ദേഹം മെൻഷൻ ചെയ്തത്. എന്താ പറയാ, LLM യൂസ് ചെയ്തിട്ട് പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് അത് നമ്മുടെ ഡെവലപ്പേഴ്സിന്റെ ഇടയിൽ ഒരു ഡീഫാൾട്ട് ആയിട്ടുള്ള വർക്ക് ഫ്ലോ ആയിട്ട് മാറിക്കഴിഞ്ഞു. ഡേ ബൈ ഡേ മാത്രമല്ല, ഇത് ഇൻക്രീസ് ചെയ്തുകൊണ്ടും ഇരിക്കുവാണ്. പക്ഷെ അവിടെ ഒരു സ്ക്രൂട്ടിനിയോ ഒരു ഡീപ് തിങ്കിങ്ങോ ഓവർസൈറ്റോ ഒന്നും ഡെവലപ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് വരുന്നില്ല. സോ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, ഈ AI പ്രൊവൈഡ് ചെയ്യുന്ന AI ഏജൻസിന്റെ എല്ലാ അഡ്വാൻറ്റേജും നമ്മൾ ഈ പറഞ്ഞ ഡെവലപ്പേഴ്സ് മസ്റ്റായിട്ടും യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ബാക്കിലായി പോകും. പക്ഷേ ഒരിക്കലും ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന്റെ ക്വാളിറ്റീനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാവരുത്. അതാണ് അദ്ദേഹം പറഞ്ഞത്. എക്സ്പോസിറ്റീവും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അങ്ങനെ അദ്ദേഹം സജസ്റ്റ് ചെയ്ത ആ ഒരു പുതിയ ടെക് ടൈം ആയിരുന്നു എജന്റിക് എഞ്ചിനീയറിംഗ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ എജന്റിക് എഞ്ചിനീയറിംഗ്. ഇമ്പോർട്ടന്റ് ആണ്. കാർപ്പത് തന്നെ ഈ ടൈമിനെയും ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്.
എജന്റിക് എന്ന് പറയാൻ കാരണം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം ഒരു മാനുവലി ടെസ്റ്റ് എന്താ കോഡിങ് എഴുതുന്നത് വളരെ വളരെ കുറവായിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. 99% ആൾക്കാരും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു എ ഐ ടൂൾ, ഈവൻ കൂടുതൽ പേരും ക്ലോഡ് പോലുള്ള ടൂൾസിനെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് യൂസ് ചെയ്യും. അല്ലാതെ ആണെങ്കിലും അത് ത്രൂ ആണ് കോഡ് എഴുതുന്നത്. ഒരിക്കലും ഡയറക്റ്റ്ലി നമ്മൾ ആരും കോഡ് എഴുതുന്നില്ല. അപ്പം ഐ ഏജന്റിക് ടീം വന്നു. അപ്പം നമ്മൾ ഏജൻസിനെ ഓർക്കസ്ട്രേറ്റ് ചെയ്തിട്ടായിരിക്കും പറഞ്ഞ ചാറ്റ് ജി പി ടിയോ ക്ലോഡൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഏജൻസിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് അതിന്റെ കോഡ് റിവ്യൂ ചെയ്യും. അപ്പൊ രണ്ടാമത്തെ ആ ഏജന്റിക് എഞ്ചിനീയറിംഗിലെ എഞ്ചിനീയറിംഗ് ആണ് ഇമ്പോർട്ടന്റ്. ഇവിടെയാണ് നമ്മുടെ ആക്ച്വൽ എക്സ്പീരിയൻസും നമ്മുടെ സ്കില്ലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ നമ്മുടെ ആ ഒരു എഞ്ചിനീയറിംഗ് ആ ഒരു ഡിസിപ്ലിൻ ഫോളോ ചെയ്ത് ഇവർ തരുന്ന കോഡിന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫിലോസഫി ഉണ്ടല്ലോ, ഫോർഗെറ്റ് ദ കോഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫിലോസഫിയിൽ നിന്നിട്ട് ബ്ലൈൻഡ് ആയിട്ട് ഇതിനെ ട്രസ്റ്റ് ചെയ്യരുത്. ഓക്കെ, അതാണ് ഇതിന്റെ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. അദ്ദേഹം തന്നെ സോഫ്റ്റ്വെയർ 3.0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് സജസ്റ്റ് ചെയ്തു. അതായത് സോഫ്റ്റ്വെയർ 1.0 നമ്മുടെ ട്രഡീഷണൽ കോഡായിരുന്നു. ഈ പറഞ്ഞ റൂൾസും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വെച്ച് നമ്മൾ ഇതിനെ എഴുതിക്കൊണ്ട് വരുന്ന കോഡ്. ഇനി 2.0 വന്നപ്പം ന്യൂറൽ നെറ്റ്വർക്ക്സ്, അതായത് ഇതിന്റെ ഒരു ഇത് വന്നു. നമ്മൾ ജസ്റ്റ് ഡാറ്റ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു, ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, ബാക്കിയെല്ലാം ഈ പറഞ്ഞ കോഡിംഗ് ഏജൻസ് നോക്കിക്കോളും. 3.0 ആണ് ഇപ്പൊ അദ്ദേഹം സജസ്റ്റ് ചെയ്ത ഫ്രെയിം വർക്ക്. അതായത് അതിന്റെ വേർഷൻ LLM നിങ്ങൾക്കൊരു ഇന്റർപ്രറ്റർ ആയിട്ട് എടുക്കാം. കോണ്ടെക്സ്റ്റ് വിൻഡോ ആണ് ആക്ച്വൽ പ്രോഗ്രാം. അവിടെ പ്രോംപ്റ്റിംഗ് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിംഗ് ആണ്, അതാണ് ആക്ച്വൽ കോഡ്. അതായത് പ്രോംപ്റ്റിംഗ് ആണ് അത് നമ്മൾ പ്രീവിയസ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പ്രോംപ്റ്റ് സ്ട്രോങ് ആയാലും കോഡിങ് അത്രത്തോളം സ്ട്രോങ് ആയിരിക്കുന്നു. അത് ഈ ഒരു ഫ്രെയിം വർക്ക് നമുക്ക് എലാബറേറ്റ് ചെയ്ത് നിങ്ങൾ പറയുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് എഗെയിൻ ഈ പറഞ്ഞ പോലെ ഇതൊരു മാസീവ് ഷിഫ്റ്റ് ആണ്. സോഫ്റ്റ്വെയർ 2.0 സോഫ്റ്റ്വെയർ 3.0 മാസീവ് ആയിട്ടുള്ള ഷിഫ്റ്റ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞ എഐന്റെ ഒക്കെ ഈ ഒരു ന്യൂസസും കാര്യങ്ങളും ഒക്കെ ഫോളോ ചെയ്യുന്നവർ ഇത് ഡെഫിനറ്റ്ലി കേട്ടിട്ടുണ്ടാവും. അങ്ങനെ പതുക്കെ പതുക്കെ ഒരു വൈബ് കോഡിംഗ് ഇല്ലാതായി ഏജന്റിക് എഞ്ചിനീയറിംഗ് അതിനെ ഓവർലാപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇതിന് നമുക്ക് ഏറ്റവും ചുരുക്കി ഇങ്ങനെ പറയാം, ഡിസിപ്ലിൻ പ്ലസ് എ ഐ ഈസ് ഇക്വൽ ടു പ്രൊഫഷണൽ വർക്ക് ഫ്ലോ. അപ്പം ആ ഒരു എ ഐന്റെ അഡ്വാൻറ്റേജും നമ്മുടെ ഡിസിപ്ലിനും നമ്മുടെ എക്സ്പീരിയൻസും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ ഒരു ആക്ച്വൽ വർക്ക് ഫ്ലോയിലേക്ക്, പ്രൊഫഷണൽ വർക്ക് ഫ്ലോയിലേക്ക് വരുന്നത്. അതായത് ഈ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒരു തിയറിറ്റിക്കലായിട്ട് ജസ്റ്റ് കേട്ടിരിക്കുന്നതല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അതായത് ഇപ്പൊ നിങ്ങളൊരു കരിയർ ഷിഫ്റ്റ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കമ്പനിയിലെ എംപ്ലോയീസിനെ എടുത്താൽ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് ഇപ്പൊ ഡെഫിനറ്റ്ലി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ ആൾക്കാർ എന്ന് പറയുന്നത് പ്യുവർ ആയിട്ടുള്ള വൈറ്റ് കോഡേഴ്സ് ആണ്. അവര് AI വെച്ചിട്ട് ബ്ലൈൻഡ്ലി ഈ പറഞ്ഞ പോലെ കോഡ് ജനറേറ്റ് ചെയ്തെടുക്കും. ഔട്ട്പുട്ട് ഒന്നും റിവ്യൂ ചെയ്യില്ല. ഇന്റർഫേസിലൊക്കെ എല്ലാം ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഫണ്ടമെന്റൽസിലൊന്നും ഭയങ്കര വീക്ക് ആയിരിക്കും. AI എല്ലാം ചെയ്തോളും എന്നുള്ള ഒരു മെന്റാലിറ്റി നിന്നിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ റിയാലിറ്റി വരുന്നത് എന്താ, 2026 അല്ലെങ്കിൽ 27-28 ഒക്കെ ആകുമ്പോൾ അവരാണ് സ്ട്രഗിൾ ചെയ്യാൻ പോകുന്ന ആൾക്കാർ. അതായത് അവർക്ക് ഡെഫിനറ്റ്ലി പുതിയ പുതിയ എന്താ പറയുക ബെറ്റർ ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്ന സമയത്ത് ഹയർ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. സ്റ്റിൽ അവർ നിൽക്കുന്ന കമ്പനീസിലാണെങ്കിൽ പോലും സീനിയർ ലെവൽ പൊസിഷനിലേക്ക് സജസ്റ്റ് ചെയ്യപ്പെടാനുള്ള ചാൻസ് പോലും അവർക്ക് വളരെ കുറവായിരിക്കും. ഇനി കാറ്റഗറി 2 എന്ന് പറയുന്നത് ആന്റി AI ഡെവലപ്പേഴ്സ് ആണ്. അതായത് ഇപ്പോഴും ആ ഒരു പഴയ മൈൻഡ് സെറ്റ്, അവരുടെ കംഫർട്ട് സോണിൽ സ്റ്റക്കായി നിന്നിട്ട് അവരുടെ പ്യുവർ ആയിട്ടുള്ള ട്രഡീഷണൽ വർക്ക് ഫോളോ ചെയ്യും. അവർക്ക് ഈ പറഞ്ഞ AI വേൾഡിൽ എന്ത് സംഭവിച്ചാലും നോ ഇഷ്യൂ എന്ന് പറഞ്ഞ ആ ഒരു ഇതാണ്. എഗെയിൻ അവരുടെ ഒരു റിയാലിറ്റി ചെക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, പ്രൊഡക്ടിവിറ്റി ഈ AI യൂസ് ചെയ്യുന്നവരെക്കാളും ചിലപ്പോൾ ഒരു 10x 5x അവർക്ക് കുറവായിരിക്കും. എഗെയിൻ ഈ പറഞ്ഞ പോലെ ആ ഒരു റീസൺ പറഞ്ഞ് സാലറി ഗ്രോത്ത് ഡെഫിനറ്റ്ലി അവരെ അഫക്റ്റ് ചെയ്യും. ഇനി മൂന്നാമത്തെ ആൾക്കാരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എജന്റിക് എഞ്ചിനീയേഴ്സ്. അതായത് അവർക്കൊരു ബാലൻസ് ഉണ്ടാവും. അവർ ഡെഫിനറ്റ്ലി AI ടൂൾസ് യൂസ് ചെയ്യും. ഒരുപാട് ടൂൾസ് യൂസ് ചെയ്ത് ബെറ്റർ ആയിട്ട് അവർക്ക് വേണ്ട ഒരെണ്ണത്തിനെ ചൂസ് ചെയ്യും. എപ്പോഴും AI തരുന്ന ഈ ഒരു ഔട്ട്പുട്ടിന്റെ മേലെ അവർക്കൊരു റിവ്യൂ ഉണ്ടാവും. അവർ ഫണ്ടമെന്റൽസിൽ സ്ട്രോങ് ആയിരിക്കും. ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെയാണ് കമന്റ് ഇടുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോഴും നിങ്ങൾ ലാസ്റ്റ് വീഡിയോന്റെ കമന്റ് സെക്ഷനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ AI പുതിയ ടീം വരുന്നു, AI അങ്ങനെയാണെന്ന് പറയുന്ന കുറച്ച് പേരും ജോബ് പോകുന്ന കുറച്ച് പേരെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഫണ്ടമെന്റൽസ് വേണം എന്നുള്ളത് ഞാൻ എത്ര വീഡിയോസ് പറഞ്ഞാലും ആർക്കും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഫണ്ടമെന്റൽ സ്ട്രോങ് ആയിരിക്കണം. AI ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ടിന്റെ ക്വാളിറ്റിയും
മെഷർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായാലേ പറ്റൂ. അപ്പോൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഔട്ട്പുട്ട് ആണെന്ന് എൻഷുർ ചെയ്യുക. അതാണ് അവർക്ക് മാത്രമേ ഈ പറഞ്ഞ കരിയർ ഗ്രോത്ത് ആണെങ്കിലും സാലറിയിലാണെങ്കിലും നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത FD റോളില്ലേ, FD ഫോർവേഡ് ഡിപ്ലോയിഡ് എഞ്ചിനീയേഴ്സ്, ആ റോളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനും അത് കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉള്ളൂ. അപ്പം ഒരു ജസ്റ്റ് ഞാനൊന്ന് പറയാം, നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട, ഇപ്പം എസ്പെഷ്യലി ജൂനിയേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പ് 1 എന്നുള്ളത് ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആക്കണം. അതായത് നമുക്കറിയാലോ, DSA ആണെങ്കിലും ഊപ്സ് കോൺസെപ്റ്റ് ആണെങ്കിലും സിസ്റ്റം ഡിസൈൻസ് ഒക്കെ ആണെങ്കിലും ഇതൊന്നും സ്കിപ്പ് ചെയ്ത് ഇപ്പം എത്ര AI വന്നിട്ടുണ്ടെങ്കിലും AIന്റെ ഔട്ട്പുട്ട് ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കൊരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പം ഒരു ഔട്ട്പുട്ട് തന്നെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ അതിനെ എടുത്തു കൊണ്ടുവന്ന് നിങ്ങളുടെ കോഡ് ബേസിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യരുത്. ഓരോ ലൈനും ഓരോ വേർഡും നിങ്ങൾ പരിശോധിക്കണം. ഈവൻ അവർ എഴുതിയിരിക്കുന്ന ഒരു വേരിയബിൾസ് ആണെങ്കിലും യൂസ് ചെയ്തിരിക്കുന്ന പുതിയൊരു മെത്തേഡ്, ഇപ്പം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അവർ കുറി എഴുതിക്കൊണ്ട് വന്നതെന്ന് വിചാരിക്കുക. AIനോട് തന്നെ ചോദിക്കുക, എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ്, എക്സിസ്റ്റിംഗ് മെത്തേഡ്സിനെക്കാളും ബെറ്റർ ആക്കുന്നത് എവിടെയാണ്, ഇതിന്റെ വീക്ക് പോയിന്റ്സ് എന്താണ്. നമുക്കൊക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ എടുത്താൽ മതി. ഇതിന്റെ മേലെ നിന്നിട്ട് മാനുവൽ ആയിട്ടുള്ള ടെസ്റ്റിങ്ങും കോഡ് റിവ്യൂസും വരണം. ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യരുത്. അതാണ് ഇവിടുത്തെ. ട്രസ്റ്റ് ചെയ്യണം, പക്ഷെ വെരിഫിക്കേഷൻ ഉണ്ടാവണം, അത്രേ ഉള്ളൂ. ഇനി മൂന്നാമത്തത്, AI ടൂൾസിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ടൂളിൽ നിങ്ങൾ മാസ്റ്റർ ആവുക. അതായത് ക്ലോഡോ. ഇപ്പം എനിക്ക് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, എനിക്ക് യൂസ് ചെയ്യാൻ ഈസി ഉള്ളത് ക്ലോഡാണ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, ഈ ക്ലോഡൊക്കെ റീപ്ലേസ് ചെയ്ത് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫ്രീ ആയ ടൂൾസ്. അപ്പം അറ്റ്ലീസ്റ്റ് പ്രോപ്പർ ആയിട്ട് ഏതെങ്കിലും ഒരു ടൂൾ യൂസ് ചെയ്യാൻ അറിയാം. അതായത് ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിൽ നിന്ന് ഒരു കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിലേക്ക് ഒരു അപ്ഗ്രേഡേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം. നെക്സ്റ്റ് സ്കിൽ ഇവാലുവേഷൻ ആണ്. അതായത് പ്രൊഡക്ഷനിലേക്ക് നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ ഈ AI ജനറേറ്റഡ് കോഡ് ഡിപ്ലോയ് ചെയ്യുന്നതിന് മുന്നേ ടെസ്റ്റിംഗ് ഫ്രെയിംവർക്സ് ഇപ്പം എല്ലാവർക്കും ഉണ്ടല്ലോ. ഇപ്പം CI/CD പൈപ്പ് ഒക്കെ ബിൽഡ് ചെയ്തിട്ടൊക്കെ ടെസ്റ്റ് ചെയ്യുന്നവർക്ക് അതൊക്കെ ഒരു കോമൺ ആയിട്ട് മാറിയിട്ടുണ്ടല്ലോ. അപ്പം AI ഹാലൂസിനേഷൻസ് ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യണം. പെർഫോമൻസ് ഇവാലുവേഷൻസ് ഉണ്ടായിരിക്കണം, സെക്യൂരിറ്റി ഓഡിറ്റ്സ് ഉണ്ടായിരിക്കണം, ഒരു ഇവാലുവേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് അത് തന്നെ അറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഈ ഫീൽഡ് കോൺസ്റ്റന്റ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞ വൈറ്റ് കോഡിങ് 1 ഇയറിന് മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടേമാണ് ഇപ്പോൾ ഒബ്സലീറ്റ് ആയി പോയി. ഇപ്പം അത് പറയുന്നത് തന്നെയില്ല. ഈ ഏജന്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ പുതിയ ടേം വന്നു, പുതിയ ടേംസും പുതിയ പാറ്റേൺസും പുതിയ ടൂൾസും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഈ നേരത്തെ പ്രീവിയസ് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു 3 to 6 മന്തിൽ അല്ലെങ്കിൽ ഒരു 5 മന്തിനുള്ളിൽ നമ്മൾ വിചാരിക്കുന്ന പൊസിഷനിൽ എത്തുമെന്ന് വിചാരിക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യുന്നത്, നിങ്ങൾക്കൊരു ഒരു സ്ട്രക്ചറൽ ലേണിംഗ് ഉണ്ടായിരിക്കുക. എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കുക, ന്യൂസ് ഫോളോ ചെയ്യുക. ഇപ്പോൾ ഒത്തിരി ചാനൽസ് ആണെങ്കിലും യൂട്യൂബിൽ നിന്ന് വേണമെന്നില്ല, നിങ്ങളുടെ ആർട്ടിക്കിൾസ് ഒക്കെ ന്യൂസ് ലെറ്റേഴ്സ് ഏതൊക്കെയൊക്കെ ബെറ്റർ ആയിട്ടുള്ള ചാനൽസിന്റെ ന്യൂസ് ലെറ്റേഴ്സ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഈ പറഞ്ഞ പുതിയ ടീം ഏജന്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടീമിനെ കുറിച്ച് പറയാനുള്ളത്. വൈറ്റ് കോഡിങ് ഓൾമോസ്റ്റ്, ഇനിയിപ്പോൾ വൈറ്റ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ ആരും വരരുത്, അതൊക്കെ ഓൾമോസ്റ്റ് ഓവറായി, അതിന്റെ ഏരിയൊക്കെ കഴിഞ്ഞു. അപ്പം നിങ്ങളുടെ ഈ ഒരു അഭിപ്രായം കമന്റ് സെക്ഷനിൽ പറയാ. ഇതിനെക്കുറിച്ചുള്ള നമ്മൾ കാർപ്പതി പറഞ്ഞത് കറക്റ്റാണ്. റൈറ്റ് ടൂള് റൈറ്റ് ഫേസിൽ യൂസ് ചെയ്യാൻ പഠിക്കാം. ഒരു പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് കോഡിങ് യൂസ് ചെയ്യാം, പക്ഷെ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ റിയൽ എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾ ബിഹേവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഈ പറഞ്ഞ വൈറ്റ് കോഡിങ്ങിനെ കുറിച്ചും ഏജന്റിക് എഞ്ചിനീയറിംഗിനെ കുറിച്ചും ഇനി ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾ കമ്പനിയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളതൊക്കെ കമന്റ് സെക്ഷനിൽ ഒന്ന് പറയാം. നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.